മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോട് ക്രൂരത തുടർന്ന് കേന്ദ്ര സർക്കാർ വായ്പ എഴുതി തള്ളുന്നതിൽ തീരുമാനമില്ല. ഇനിയും സമയം വേണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ അറിയിച്ചു. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഹൈക്കോടതി അവസാന താക്കീത് നൽകിയതാണ് കഴിഞ്ഞ തവണ. വീണ്ടും കേന്ദ്ര സർക്കാർ സമാനമായ നിലപാട് തന്നെ കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. അതെ ഷമ്മി, ഇന്നെങ്കിലും അത് അറിയിക്കണം എന്നുള്ളതാണ് കോടതി കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഈ വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിൽ ഈ ദുരന്തം നടന്ന ഒരു വർഷത്തിലധികം പിന്നിട്ടു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഈ ഹർജി പരിഗണിച്ച സമയത്ത് കോടതി പറഞ്ഞത് അതാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്നാണ് അന്ന് കോടതി ചോദിച്ചത്. ഇക്കാര്യത്തിൽ കേന്ദ്ര എക്സ്പെൻഡിച്ചർ മന്ത്രാലയം ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അന്ന് കോടതി അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു മാസത്തിനകം, അതായത് ഇന്നേക്കകമെങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനം അറിയിക്കണം എന്നുള്ളതായിരുന്നു ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്നും ഇക്കാര്യത്തിലൊരു തീരുമാനം പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ്. ഇനിയും സാവകാശം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം പറയാൻ 3 ആഴ്ച കൂടി സമയം വേണം എന്നാണ് വീണ്ടും കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് പരിഗണിച്ച വേളയിൽ കോടതി സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഓർമ്മിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ ചില ബാങ്കുകൾ ഈ വായ്പ എഴുതി തള്ളിയ കാര്യം അറിയാമല്ലോ, അത് മാതൃകയാക്കിക്കൂടെ, അത് കണക്കിലെടുത്തെങ്കിലും ആ രീതിയിൽ ഒരു നടപടി സ്വീകരിച്ചുകൂടെ എന്നൊക്കെ കോടതി കഴിഞ്ഞ തവണ ചോദിച്ചു. ഇപ്പോഴും കോടതി ആവർത്തിക്കുകയുണ്ടായി. പക്ഷേ അത് ഒരു അന്തിമ തീരുമാനമായിട്ടുള്ള ഒരു 3 ആഴ്ച കൂടി സമയം വേണം എന്നാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയാണ് ഉണ്ടായത്. ഷമ്മി. ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ പരാമർശമുണ്ടായോ, അതോ കേന്ദ്ര സർക്കാരിന്റെ ആ നിലപാട് കോടതി അംഗീകരിക്കുകയാണോ ഉണ്ടായത്? ഷമ്മി, കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇന്ന് ഹൈക്കോടതി പോയിട്ടില്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രം ഇത് പരിഗണിച്ച് മാറ്റിയാണുണ്ടായത്. അപ്പോഴും കഴിഞ്ഞ തവണ പറഞ്ഞു തന്നെ വീണ്ടും കോടതി ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ ചില ബാങ്കുകൾ സ്വീകരിച്ച നടപടി അത് അറിയാമല്ലോ. അതായത് സംസ്ഥാനത്തെ പല ബാങ്കുകളും ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതേ മാതൃക സ്വീകരിച്ചുകൂടെ എന്ന് വീണ്ടും കോടതി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ 3 ആഴ്ച കൂടി സമയം നൽകണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. അതിനുള്ളിൽ എന്തായാലും തീരുമാനം പറയാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹർജി 3 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റിയാണുണ്ടായത്. കൂടുതൽ പ്രതിവാദങ്ങളൊന്നും തന്നെ ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടില്ല. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.